ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ രാത്രിക്കത്തെ ഫുഡും പിന്നെ കുറച്ച് എന്തെല്ലോ വിശേഷങ്ങളും എല്ലാമെന്ന് ഞാൻ ഷെയർ ആക്കുന്നു. അല്ലെങ്കിലും വലിയ വിശേഷമൊന്നും ഉണ്ടായാലൊന്നും മാത്രമല്ലല്ലോ വ്ളോഗ് ചെയ്യൽ. അപ്പോൾ രാത്രിക്കത്തെ ഫുഡിൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളെല്ലാം പറയാം. പിന്നെ ഇല്ലേ, എൻ്റെ സൗണ്ട് വല്ലാണ്ട് മാറിയേന്. ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ലേനു. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പിറ്റേന്നേക്കാണ് എനിക്ക് നല്ലോണം സൗണ്ടെല്ലാം മാറിയത്. പിന്നെ ഇല്ലേ, ഈ ക്ലാസ്സിൽ ഉള്ളി ഇട്ട് വെച്ച കണ്ടാൽ ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റിൽ ചോദിക്കും എന്തിനാണ് ഇട്ട് വെച്ചതെന്ന്. ഇതെന്തിനാണ് ഇട്ട് വെക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഉള്ളി ഇങ്ങനെ വെള്ളം മുളച്ചിട്ട് കാണുമ്പോൾ ഇല്ലേ, ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കും. എത്ര വളരും എന്നെല്ലാം നോക്കാൻ വേണ്ടിയാണ്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷേ അതൊരു കാണാനൊരു രസം, അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇല്ലേ, ഞാനിന്ന് ലുക്കീമത്ത് ആക്കുന്നുണ്ട് കേട്ടോ. രാത്രിക്ക് തന്നെ തിന്നാനൊന്നുമല്ല, ഇതിങ്ങനെ ലുക്കീമത്ത് ആക്കി വെച്ചാൽ പിറ്റേന്നും എല്ലാം തിന്നാൻ നല്ല രസമാണ്. ഇതില്ലേ, ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചതാണ്. മറ്റേ ഈ ബോൾ പോലത്തെ ഈസ്റ്റ്, ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ മെൽട്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് എടുത്തത്. എന്നിട്ട് 2 കപ്പ് മൈദ ഇടാം. പിന്നില്ലേ, ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടാണ്. 3 ടേബിൾ സ്പൂൺ ആയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ വേണ്ട 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കറ്. ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിന്. കോൺഫ്ലോറാണ് ശരിക്കും വേണ്ടേ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കാം. എനിക്കിപ്പോൾ ഇന്ന് രാത്രി കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ ഞാൻ കിച്ചണിലേക്ക് വന്നേന്. ഇതിപ്പോൾ രാത്രി ആയിട്ടില്ല, വൈകുന്നേരം ആയിട്ടുള്ളൂ. ഞാനിങ്ങനെ എന്തെങ്കിലും സ്വീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നേ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇതിങ്ങനെ കയ്യിലൊട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവാം. ഇതിങ്ങനെ ലൂസിൽ തന്നെയാണ് കേട്ടോ വേണ്ടേ, അല്ലാണ്ട് ടൈറ്റാക്കുകയൊന്നും ചെയ്യരുത്. ഇനിയിപ്പോൾ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇവിടെ ഇപ്പോൾ ചെറിയ തണുപ്പെല്ലാം തുടങ്ങി. ഞാനിത് ഇങ്ങനെ സ്വെറ്റർ പോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിന്. പിന്നെ ഇതിപ്പോൾ 2-3 മണിക്കൂർ വെച്ചാലേ പൊങ്ങി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിങ്ങനെ അവൻ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട്, ലൈറ്റ് ചൂട് അധികമായി പോവറ്, അങ്ങനെയാകുമ്പോൾ മാവ് അങ്ങ് വെന്ത് പോവും. ചെറിയ ചൂടാക്കിയിട്ട് ഓഫാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. 1/2 മണിക്കൂർ കൊണ്ടെല്ലാം തന്നെ പൊങ്ങി വരും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കിന്ന് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ എന്തെല്ലാമെന്ന് കാണിച്ചു തരാം. ആദ്യമില്ല, ഒരു 3 സോഫൻ്റെ മേലെ വിരിക്കുന്ന വിരിപ്പാണ് കേട്ടോ ഇത്. സോഫ കവറില്ലേ, കവറ് ചെയ്തിട്ട് വിരിക്കുന്നതല്ല, ഇങ്ങനെ എന്നാ ഇപ്പോൾ പറയുക, ഒരു ടവൽ പോലത്തെ സംഭവം. പക്ഷെ നല്ല രസമുണ്ട്, ഇങ്ങനെ ഹാങ്ങിങ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അതിന്. ഇത് ഞാൻ 3 എണ്ണം ഓർഡർ ചെയ്തതിന്. 2 മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഒരൊറ്റ ഷീറ്റ്. പക്ഷേങ്കിൽ ഇതിപ്പം ഞാൻ വിരിക്കുന്നില്ല, കാരണം ഇത് എനിക്ക് ഒരു ഷീറ്റിനെ കട്ട് ചെയ്തിട്ട് വിരിക്കാനുണ്ട്. സോഫൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഞാനത് ഇൻഷാല്ലാ അടുത്ത വ്ളോഗിലെങ്ങാനും കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെല്ലാം വിരിക്കണം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ച് നോക്കിയതാണ്. കളറെല്ലാം നല്ല മാച്ച് ഉണ്ട്, നല്ല രസമില്ല കാണാൻ. അങ്ങനത്തെ 3 എണ്ണം കേട്ടോ ഞാൻ ഓർഡർ ചെയ്തതിന്. ആ കണക്കേനു ഞാൻ അളവെല്ലാം അളന്നിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇല്ലേ, ഇത് നമ്മുടെ ടേബിളിൻ്റെ മേലെ പ്ലേറ്റിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം ഇല്ലേ, അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് വാങ്ങിനേനു. അത് വൈറ്റ് കളറേനു. പിന്നെ വേഗം കച്ചറായി പോയി. കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ വൈറ്റ് കളറൊന്നും സെറ്റാവില്ല. എന്നിട്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഇതേപോലത്തെ ഒന്ന് വാങ്ങി. ഇതാകുമ്പോൾ പിന്നെ കളറ് ഡാർക്കായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് നമ്മൾ മറ്റേ ഓലയില്ലേ, ഓലയില്ല എന്നിപ്പോൾ ഇനി പറയാം, അങ്ങനെ ഓല പോലത്തെ ഒരു സാധനത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. നാച്ചുറലാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇത് 6 എണ്ണം വരുന്നുണ്ട്. നമുക്ക് ശരിക്കും 4 എണ്ണത്തിന് വേണ്ടു, പക്ഷെ 6 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു സാധനം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ ആയിട്ട് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച് കാത്തുന്നൊരു സാധനമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനിത് ഓർഡർ ചെയ്തതാണ്. ഇത് മുസല്ലയാണ് കേട്ടോ, കപ്പിൾ മുസല്ല. എനിക്കിത് ശരിക്കും വേണമെന്ന് തന്നെ ഞാൻ ഫോട്ടോയിലെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഒന്ന് വാങ്ങണമെന്ന്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇത് ഞാൻ വിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു ഹാർട്ട് ഷേപ്പെല്ലാം വരും കേട്ടോ ഇത് വിരിക്കുമ്പോൾ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ കസവ് പോലത്തെ സംഭവത്തിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാക്കിയാണ് കേട്ടോ. ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതെന്താ, ഇതിങ്ങനെ ആണ് വിരിക്കുക. ഹസ്ബൻഡും വൈഫും ഇങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള ആ ഒരു സംഭവമാണ്. അതങ്ങനെ കറക്റ്റ് ഷേപ്പിലിടുമ്പോൾ സെൻറ്ററിൽ ഹാർട്ട് ഷേപ്പ് വരും. പിന്നെ ഇതുപോലെ ദസ്ബിയും ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ.
രണ്ടും കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അടിപൊളി സാധനമല്ലേ. എനിക്കിത് ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടീന്. ഇതിൻ്റെ 1-2 സൈസിലുണ്ട് കേട്ടോ. ഞാനൊരു മീഡിയം സൈസിലാണ് വാങ്ങിയത്. പിന്നെ ഒരു ബൂട്ട്സ് വാങ്ങിയത്. ഇത് ഞാനില്ലേ, എനിക്ക് കുറേ ഷൂവിൻ്റെ കളക്ഷന് അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ അതിനോടൊന്നും വലിയ ക്രേസൊന്നുമില്ല. പക്ഷേങ്കിൽ എപ്പോഴും ഇല്ലേ, ഞാനൊരു ബ്ലാക്ക് ബൂട്ട്സും ആങ്കിൾ ലെങ്ത്ത് വരുന്ന ആങ്കിൾ ബൂട്ട്സ് ആട്ടോ ഞാൻ വാങ്ങൽ. ഭയങ്കര ഹൈറ്റുള്ള വാങ്ങലില്ല. ഒരു ബൂട്ട്സ്, ഒരു സ്നീക്കേഴ്സ്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഓരോന്ന് വെക്കും. അങ്ങനെ കുറേ ഇല്ലെങ്കിലും ഓരോന്ന് എന്തായാലും വെക്കും. അപ്പോൾ പഴയ ബ്ലാക്ക് ബൂട്ട്സ് വെടക്കായാലാന്ന് ഞാൻ പുതിയൊന്ന് വാങ്ങുക. അല്ലാണ്ട് ഭയങ്കര കുറേ കളക്ട് ചെയ്ത് വെക്കുക അങ്ങനത്തേനോടൊന്നും എനിക്ക് വലിയ ക്രേസ് ഇല്ല. അപ്പോൾ പഴയതെൻ്റെ വെടക്കായിനേനു കേട്ടോ ബ്ലാക്ക് ബൂട്ട്സ്. അതുകൊണ്ട് ഞാനൊരു പുതിയ വാങ്ങിയതാണ്. നല്ല രസമില്ലേ. കണ്ട പിക്ചറിൽ കണ്ട പോലെ തന്നെ. എനിക്ക് തോന്നി ഇതിൻ്റെ റേറ്റ് 4 റിയാലോ 5 റിയാലോ അങ്ങനെ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി സാധനം. ഒരു വെൽവെറ്റ് പോലത്തെയാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ. അതല്ലാത്ത ലെതറിൻ്റെതുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇല്ലേ, വേറൊരു സാധനം, ഞാൻ ഇപ്രാവശ്യം വന്നതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. ഞാനിതെല്ലാം ട്രെൻഡ് ഓൾ നാട്ടാ വാങ്ങിയത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, വാങ്ങിക്കോട്ടാ. ഇത് ട്രേ ആണ്, 3 എണ്ണം ഒരുമിച്ച് വരുന്ന ട്രേ ആണ്. ഇത് ഞാൻ ശരിക്കും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ വലിയതെല്ലാം നാട്ടിൽ നല്ല യൂസ്ഫുള്ളാകും. എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഇട്ട് വെക്കാമല്ലോ, സെർവ് ചെയ്തിട്ട് വെക്കാമല്ലോ. മന്തിയും ബിരിയാണിയും എല്ലാം സെർവ് ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇത് 3 ഒരുമിച്ച് വന്നതാണ്. ഇത് സെറാമിക് ഒന്നല്ല, പൊട്ടിപ്പോന്നിയൊന്നല്ല, മെറ്റലാണ് കേട്ടോ. ഇപ്പോൾ എന്നാന്ന് മെറ്റീരിയൽ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങൾ ഗൾഫിലെല്ലാം ഉള്ളവരിത് കാണുന്നുണ്ടെങ്കിൽ ട്രെൻഡോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല റേറ്റ് കുറവിന് കിട്ടാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ഞാൻ. നിങ്ങൾ ഒരു ഫോണിൽ ആദ്യമായിട്ടൊരു ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ ഒരു ട്രെൻഡോൾ അക്കൗണ്ടിൽ ആദ്യത്തെ ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ഫോണിൽ ഷോപ്പ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത് ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഫോണിൽ ഷോപ്പ് ചെയ്യുക, വേറെ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട്, എന്നാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് മേലിൽ വെൽക്കം 30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫർ കോഡ് ഉണ്ടാവും. അത് മാറ്റിയിട്ട് ഷാമി എന്നുള്ള ഓഫർ കോഡ് ആക്കുക. എന്നാലും നിങ്ങൾക്ക് 30% അല്ല 40% ഓഫർ കിട്ടും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിലെ സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. അതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്നും ഏകദേശം 80% ഡിസ്കൗണ്ട് കിട്ടും. ഭയങ്കര കുറവ് പ്രൈസിനായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. അങ്ങനെ പുതിയ ഫോണിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ മതി, എന്നാൽ നല്ലോണം ഓഫർ കിട്ടും കേട്ടോ. ഓഫർ കോഡ് ഷാമി എന്നാണ്. വെൽക്കം 30 എന്ന് പറഞ്ഞാൽ 30% കിട്ടും. പിന്നെ ഞാൻ ആലൂനില്ല, ഇന്നൂനും അങ്കും ഇത് അങ്കൊരു മിഡിക്ക് ഇങ്ങനെ സ്കേർട്ട് ഉണ്ടാവില്ലേ, സ്കേർട്ടിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് വാങ്ങിയതാണ്. ഇപ്പോൾ വിൻ്റർ ആവാനായില്ലേ, സ്വെറ്റർ ടൈപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഞാനെല്ലാം ലാർജ് ആണ് കേട്ടോ ഇപ്പോൾ സൈസ് എടുക്കൽ. ആദ്യം എല്ലാം എക്സലിനും എടുക്കൽ, ഇപ്പോൾ ലാർജ് എടുക്കൽ. ലാർജും എനിക്കിപ്പോൾ കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടാവൽ, അതുകൊണ്ട് സൈസ് ഒന്ന് കുറച്ചിട്ടാണ് ഞാൻ. പിന്നെ പിന്നെ ഇതെല്ലാം കുറച്ച് ഡ്രസ്സെല്ലാമാണ്. ഇങ്ങനെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നോട് കുറേ ആൾ ചോദിക്കലുണ്ട്, ഇന്ന കളർ ഡ്രസ്സിന് ഏത് ഹിജാബാ സ്യൂട്ടാവാന്നെല്ലാം. അങ്ങനത്തെ വീഡിയോ എല്ലാം വേണമെങ്കിൽ പറയണേ. ഇതെല്ലാം ഞാൻ ഇട്ടിട്ട് അടുത്ത വ്ളോഗിൽ കാണിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി, ഞാൻ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇതൊരു ഫുൾ മാക്സി ഡ്രസ്സാണ്. ഇതും ഞാൻ ലാർജ് സൈസായിട്ടാണ് വാങ്ങിയത്. എന്നിട്ട് നമുക്ക് കുറച്ചൊരു ഭയങ്കര ലൂസായിട്ട് അങ്ങനെ ഉണ്ടേനു. അപ്പോൾ അത്രയെല്ലാം തന്നെ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കുട്ടികളെ ആയാലും എൻ്റെ ആയാലും ഡ്രസ്സ് സ്റ്റൈലിങ് വീഡിയോസ് എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഇല്ലേ, അങ്ങനെ അതെല്ലാം ഞാനൊന്ന് ഒരുക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. പിന്നെ ഇന്നൊരു സ്പെഷ്യലുണ്ട്. ഇന്നെൻ്റെ ഈ കുക്കറിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേനു ഇത്. എനിക്ക് ഇങ്ങനത്തെ കുക്കറില്ല, ഈ ഒരു ബ്ലാക്ക് കളറൊന്നും ഉള്ളില്ല. എനിക്ക് സിൽവർ കളറുള്ള മറ്റേ സ്റ്റീലിൻ്റെ കുക്കറില്ലേ, സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ എല്ലാം ഉള്ള. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാനങ്ങ് മറന്നുപോയിന്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കർ മന്തി ആക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ച എൻ്റെ പുതിയ കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഇന്നാക്കാം. അങ്ങനെ എന്തെങ്കിലും പുതിയ സാധനം വാങ്ങിയാൽ ഫസ്റ്റ് യൂസില്ലേ, അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും കേട്ടോ. ഞാൻ കുട്ടികളോടെല്ലാം പറയും ഇന്നെൻ്റെ കുക്കറിൻ്റെ ഉദ്ഘാടനം എന്നെല്ലാം പറയും. പിന്നെ ആളിവിടെ വന്നിരുന്നിട്ടുണ്ട്. ഓളധികം ഇങ്ങനെ തട്ടിൻ്റെ മേലെ ഉണ്ടാവും. പിന്നെ അമ്മയ്ക്കെല്ലാം ഇല്ലേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സൗണ്ട് മാറി നിന്ന് ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട്
ഓരോരോ റൗണ്ട് അടിച്ചിട്ട് എല്ലാവർക്കും പനിയും തണുപ്പ് പിടിക്കലും ചുമയും അങ്ങനെയെല്ലാം വരില്ല. ആദ്യം ആലൂനും ഇന്നൂനും വന്ന് പിന്നെ അങ്ക് വന്ന് ഇക്കാക്ക് വന്ന് ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ അങ്കും ആലൂനും വന്നിട്ടാ. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തായാലും വരും. അങ്ങനെ ഭയങ്കര ഇടങ്ങാറാണ് ഈ കാലാവസ്ഥ മാറുമ്പോൾ. പിന്നില്ലേ ഞാൻ കുക്കർ മന്തിയായിരുന്നു ആക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ കുക്കറിൽ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് മന്തി ആക്കി നോക്കുന്നത്. വേറെ പല ടൈപ്പിലാക്കിന്, പക്ഷെ കുക്കറിൽ ഇതുവരെ ആക്കിയിട്ടില്ല. അപ്പോൾ ഇല്ലേ ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു ക്യാപ്സിക്കം ഇല്ലേ അത് നല്ലോണം പൊടിയായിട്ട് കട്ടാക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. നല്ലോണം പൊടിയായിട്ട് കട്ടാക്കാൻ വേണ്ടി നോക്കിയാൽ മതി. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. 1 കിലോ ഉണ്ടാവില്ല, ഒരു 900 ഗ്രാം, ഏകദേശം 1 കിലോ എന്ന് പറയാം. എടുത്ത ചിക്കനെല്ലാം അത്രയും വെയിറ്റ് വരും. പിന്നെ മന്തി ആക്കുമ്പോൾ എപ്പോഴും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ എടുക്കുന്ന അത്രയും നല്ല കാര്യം, അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഈ മൂപ്പുള്ള ചിക്കൻ എടുക്കുന്നതോറില്ലേ ഭയങ്കര എന്താ പറയുക, ചിക്കൻ സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. അല്ലെങ്കിൽ സ്കിന്നുള്ളത് എടുക്കാം, അങ്ങനെ നോക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 5-6 ഗ്രാമ്പു, 5-6 എണ്ണം തന്നെ ഏലക്ക, ഇത്ര ഐറ്റംസ് ഇടാം. പിന്നെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ മുഴുവൻ മല്ലിയില്ലേ അത് കുറച്ചിട്ട് കൊടുത്താൽ മതി, കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ട ചിക്കൻ സ്റ്റോക്കാണ്. ഇത് പ്രാൻ്റെ ചിക്കൻ സ്റ്റോക്കാട്ടോ. ഞാൻ അധികവും മാഗിൻ്റെ എല്ലാന്നേനും വാങ്ങൽ. മാഗി അല്ലെങ്കിൽ ഇല്ല, ഞാൻ ഇതുവരെ വേറെ ഏത് ബ്രാൻഡും വാങ്ങി നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നത്. പക്ഷെ പ്രാൻ്റെ ഞാൻ ആദ്യമായിട്ടാട്ടോ വാങ്ങുന്നത്. ഇത് മാഗിൻ്റെ പോലെയല്ല, ഇങ്ങനെ ഒരു പൗഡർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റെല്ലാം സെയിം തന്നെ. പ്രാൻ്റെ എല്ലാ സാധനവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രാൻ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൻ്റെ ബ്രാൻഡാന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ എല്ലാ ഐറ്റംസും. പിന്നെ ഞാൻ കുറച്ച് കളർ ഇടുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇടുന്ന, അല്ലാണ്ട് ഞാൻ മന്തി ആക്കുമ്പോൾ ഒരിക്കലും കളർ ഇടലില്ല കേട്ടോ. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. ഇതെല്ലാം നിങ്ങൾ കുക്കറിലിട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാ വേറെ ഈ പാത്രത്തിൽ മിക്സ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കുക. ഉപ്പിടണ്ട, ചിക്കൻ സ്റ്റോക്ക് ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തുകൊണ്ട് ഉപ്പിടണ്ട കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അരി വേവിക്കണം. അരി വേവിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഞാൻ ഇതിൽ ചിക്കനിലിട്ടില്ലേ ചെറിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, അത്ര ഐറ്റംസ് തന്നെ കുറച്ച് അരിൻ്റെ വെള്ളത്തിലും കൂടി ഇട്ടണം കേട്ടോ. പിന്നില്ലേ ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ച അരിയാണ് കേട്ടോ. പിന്നെ അരി വേവിക്കുന്ന വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിന് കേട്ടോ. പിന്നെ ആ സ്പൈസസ് ഞാൻ പറഞ്ഞ. അപ്പോൾ അരി ഏകദേശം അവിടുന്ന് വെന്ത് വരാനായി കഴിഞ്ഞാലില്ലേ ഈ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കന് കുക്കറിലേക്ക് ഇടുക. പിന്നെ ഇത് മുന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് സ്പോട്ടിൽ തന്നെ ആക്കാം. ഞാൻ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അരി ഒരു 3/4 വേവായാൽ മാത്രം മതി കേട്ടോ. മൊത്തത്തിൽ അരി വേവണ്ട, 3/4 വേവായാൽ ഊറ്റിയെടുക്കണം. ചിക്കന് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ല തീയിൽ തന്നെ വെക്കുക. ഒരു 5 മിനിറ്റ് നല്ല തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ അരി വാർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കുമ്പോൾ ചിക്കൻ ഒന്ന് ഹാർഡായി വരില്ലേ. പിന്നെ ആ സമയത്ത് ഇതിലുള്ള ഓയിലും എല്ലാം കുറച്ചൊന്ന് എക്സ്ട്രാ ആയി വരുന്ന പോലെ ഉണ്ടാവും. അന്നേരം അതിലുള്ള ഓയിൽ നേരെ പകുതി എടുത്ത് കോരി മാറ്റി വെക്കുക. ചിക്കന് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കൊന്നും വേണ്ട, അങ്ങനെ ഒന്ന് തിളച്ചാൽ മതി. അങ്ങനെ തിളക്കുമ്പോൾ ആ ചിക്കൻ സ്റ്റോക്കിലൊന്ന് മെൽട്ടായിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഓയിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും സമയം നല്ല തീയിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടായിന്. ഇനിയിപ്പോൾ നല്ലോണം തീ കുറച്ച് വെക്കുക. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുന്നവരെ തീ നല്ലോണം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആദ്യം തന്നെ നമ്മൾ വേവിച്ച ചോറില്ലേ അത് നേരെ പകുതി ഇടുക. പിന്നെ ഞാനിതിൽ മറ്റേ ഡ്രൈഡ് ലെമൺ ഇട്ടിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അറബിക് മസാല ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഞാൻ അറബിക് മസാല ഇട്ട് കൊടുത്തേനെ. അതില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും ഉണ്ടാക്കുക, എന്ത് സാധനം ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് മസാല കുറച്ചിട്ട് മല്ലിയിലോ പുതിനയിലോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി ചോറിടുക, ഇതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇല്ലേ
ഈ കുറച്ച് പച്ചമുളക് ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ ഇത് ദം ചെയ്യുക, അത്രയേ ഉള്ളൂ. തീ കൂട്ടി വെക്കേണ്ട, കുക്കറിന് വിസിലൊന്നും വരില്ല കേട്ടോ. അങ്ങനെ അതിൽ എയർ പ്രഷർ അങ്ങനെ നിന്നിട്ട് വെന്ത് വന്നോളും. പിന്നെ ഇല്ലേ, ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യങ്ങളോട് ഷെയർ ആക്കാനുള്ള, നമ്മളെ കുട്ടിയൊക്കെല്ലാം എക്സാമെല്ലാം എടുക്കാനായില്ലേ. കാലുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല, പക്ഷേ ഇന്നുവിൻ്റെ കാര്യത്തിൽ എക്സാം എടുക്കാനാകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ ഓളെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. എക്സാമിന് തലേ ദിവസം പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കുറേ ദിവസം മുന്നേ അവരെ എന്താ പറയുക സമാധാനമായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത്. ആലു ഇപ്പോൾ ഉള്ളത് ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സിലാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതല്ല, എക്സാമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഇൻ്റർവെൽ തന്നെ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാൻ കാര്യം, എന്താ പറയുക, എക്സാമിലോട്ട് ശരിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളും അല്ലെങ്കിൽ നല്ലോണം പഠിച്ചിട്ട് പോയാലും എക്സാം ഹാളിലെത്തി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റാത്ത കുട്ടികൾ വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ക്രാഷ് കോഴ്സിലെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അതും എക്സാമിൻ്റെ തലേന്ന് കുത്തിയിരുന്ന് ടെൻഷൻ അടിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ല ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ്സസും ഉണ്ട് കുറഞ്ഞ റേറ്റിൽ. ഗ്രൂപ്പ് ക്ലാസ്സസ് ഉള്ള 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിലെ എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ എക്സാം പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ടും പിന്നെ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല ടോപ്പ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് നമ്മളെ കുട്ടികൾക്ക് ക്ലാസ്സിൽ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്തായാലും കിട്ടില്ല, അത്രയും കുറേ കുട്ടികളുള്ള ക്ലാസ്സിൽ നിന്നും. അപ്പോൾ ഇതുപോലത്തെ കോഴ്സസ് എല്ലാം അവരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ആലുള്ളത് ലിറ്റിൽ ജീനി കോഴ്സിലാണ്. ഇത് ഇന്നും എല്ലാം പണ്ട് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കാണിക്കലില്ലേ, KG സ്റ്റുഡൻസിനുള്ളതാണ്. അവർക്ക് സ്കൂളിൽ അയക്കുന്നതിനോടൊപ്പം തന്നെ ഇത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ GCCയിലുള്ളവരിലാണെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അടുത്ത സ്കൂളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഈ ലിറ്റിൽ ജീനി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ. സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ലിറ്റിൽ ജീനി ഇവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടൊന്നും ആവില്ല കേട്ടോ. കുട്ടിയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഇവർക്ക് ബുക്കെല്ലാം പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇവർ ബിഗിനിങ് സ്റ്റേജല്ലേ, ഈ സ്റ്റേജിൽ കുട്ടിക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടും എഴുതാനും വായിക്കാനും എല്ലാം ഉള്ള ആ ഒരു ബേസ് ഇല്ലേ, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവർ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ഇവർ കുറേ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് സ്കില്ല്, പിന്നെ ECPC കോഴ്സില്ലേ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവർക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവരെ കണക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആലു വൈകുന്നേരം നൂട്ടാ ക്ലാസ് അറ്റൻഡ് ചെയ്തിന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഈ മന്തിയിലാക്കി കഴിയുമ്പോഴത്തേക്കില്ലേ, മന്തിയുടെ ദമ്മിയാൻ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ലുക്കീമത്തിൻ്റെ ഈ മാവ് നല്ലോണം പൊങ്ങി വന്നിന് കേട്ടോ. പിന്നെ ഇനിയില്ലേ ലുക്കീമത്ത്, ലുക്കിമിയാത്ത്, ലുക്കൈമത്ത്, അങ്ങനെ കുറേ പറയും. ഡംപ്ലിങ്സ് എന്ന് പറയും, കുറേ പേരുണ്ട് കേട്ടോ. കിട്ടൂല കൊണ്ടെടുത്തോ ടൈം ആവില്ല. പിന്നില്ലേ പൊങ്ങി വന്നിട്ടുള്ള മാവ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ എയർ ബബിൾസ് എല്ലാം കളയണം കേട്ടോ. എന്നിട്ടിത് ഉണ്ടാക്കാനില്ലേ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് കോരി ഇടുകയെല്ലാം ചെയ്യാം. ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്യുന്ന ഞാൻ പണ്ടൊരു വീഡിയോയിൽ ചെയ്തതിന്. അതല്ലെങ്കിലില്ലേ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിന് ചെറിയൊരു ഇതേപോലെ കീറലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓയിൽ ചൂടാക്കി കഴിഞ്ഞാലില്ലേ, ഓയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോട്ടെ. അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പക്ഷെ ചില സ്റ്റൗവിലില്ലേ മീഡിയം ഫ്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വലുപ്പമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് ഓയിലിൻ്റെ അടുത്ത് അങ്ങനെ പിടിക്കണ്ട. പിന്നെ കട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവറും കൂടി കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കത്രികൻ്റെ മേലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലില്ലേ, കത്രിക ഒന്ന് ഓയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ആയിക്കോളും. അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഷേപ്പിൽ, നല്ല ഉണ്ട ഷേപ്പിലും കിട്ടും കേട്ടോ. ഇത് കുറച്ച് മാറ്റം റെസിപ്പിയിൽ പല ആൾക്കാരും ചെയ്യും. ഞാൻ മുന്നേ ഒരു റെസിപ്പി ചെയ്തേ, പക്ഷേ അതുപോലെ ആയിരിക്കില്ല ഞാൻ ഇന്ന് ചെയ്തത്. കുറച്ച് മാറ്റം റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണിത്. നമുക്കിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാലില്ലേ, ഇന്ന് തന്നെ കഴിക്കാനില്ല, നമുക്ക് പിറ്റേന്നെല്ലാം തിന്നാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം അങ്ങ് മൂടി വെച്ചാൽ മതി. പിന്നെ ഇത് ചൂടോടെ തിന്നുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ്. ചൂടോടെ ഇങ്ങനെ പൊരിച്ചമ്പാട് തിന്നാൻ നല്ല രസമാണ്. മധുരമൊന്നും ഇല്ലാണ്ട് ലൈറ്റ് മധുരത്തിൽ വെറുതെ ഇങ്ങനെ തിന്നാനും നല്ല രസമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇല്ലേ, ഞാനത് പൊരിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് വെക്കലാണ്. ഇന്നിപ്പോൾ ഞാനില്ലേ, എപ്പോഴും ഞാൻ ടേബിളിൻ്റെ മേലിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ സെർവ് ചെയ്തിട്ടൊന്നും വെക്കലില്ല. പക്ഷേ ഇടയ്ക്കില്ലേ, എനിക്കിങ്ങനെ ഒന്ന് സെർവ് ചെയ്ത് ഫ്രൂട്ട്സെല്ലാം നല്ല രസത്തിൽ കട്ട് ചെയ്തിട്ടെല്ലാം വെക്കാൻ ഞാൻ നോക്കലുണ്ട് കേട്ടോ. കാര്യം എന്താ പറയുക, എപ്പോഴും ഒരേപോലെ ആക്കാണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സ്പെഷ്യലെല്ലാം ആക്കുന്നത് നല്ല രസമല്ലേ. ഇന്നിപ്പം ഫുഡൊന്നും ഭയങ്കര സ്പെഷ്യലൊന്നും അല്ല, പക്ഷേ ഒരു സ്വീറ്റെല്ലാം ഉണ്ടാക്കി മന്തിയും ഉണ്ടാക്കിയിട്ടെല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, എന്തുണ്ടാക്കിയാലും ഇക്കത് ആസ്വദിച്ച് കഴിക്കലുണ്ടെന്ന്. ശരിയാണ്, അതുതന്നെയാണ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ആരും ഒരു കോംപ്ലിമെൻറ്റും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ച് ഈ ഭക്ഷണം കഴിച്ചിട്ട് നല്ലത് പറയാത്ത ആൾക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂല എന്നൊന്നുമല്ല. എന്നാലും ഭക്ഷണം ഉണ്ടാക്കുന്നത് 2 സ്റ്റൈലുണ്ട്. ഒന്ന് നമുക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളെ കടമ തീർക്കാൻ വേണ്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇല്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുന്ന ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ എന്തായിക്കഴിഞ്ഞാലും ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡിന് കൂടുതലും ലേഡീസാണല്ലോ ഫുഡ് ഉണ്ടാക്കുക, അല്ലാത്തവരുണ്ടാവും, രണ്ടാളും ഉണ്ടാക്കുന്നവരുണ്ടാവും. അതിപ്പോൾ എന്താണെങ്കിലും നമ്മളുണ്ടാക്കുന്ന ഫുഡിന് നല്ല കോംപ്ലിമെൻ്റ് അവർ തരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിന് നമ്മളും അങ്ങനെ. ഇപ്പം നന്ദി പറയാമെന്ന് പറയുന്ന ഒരു താങ്ക് യു എന്നുള്ള വേർഡ് മാത്രമല്ല, അത് നമുക്ക് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ എന്തും നല്ലതാര് ചെയ്താലും അത് എക്സ്പ്രസ് ചെയ്യണം. എന്താ പറയുക, എന്നാലേ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ആരെങ്കിലും നമുക്ക് നല്ലത് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഇല്ലേ, നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തോടെ കഴിക്കുമ്പോൾ എല്ലാം അതിനൊരു പ്രത്യേക ടേസ്റ്റും തന്നെയായിരിക്കും. ഭയങ്കര ലക്ഷറി ഫുഡ് വേണമെന്നൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് ഫുഡാണെങ്കിലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക വന്നേരം ലൈം ടീ ഉണ്ടാക്കിന്. സാധാരണ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കുടിക്കൽ, പക്ഷേ എന്തായാലും ഇപ്പം പറ്റില്ല, എല്ലാവർക്കും തണുപ്പ് പിടിച്ചിട്ടെല്ലാം അതുകൊണ്ട് നമ്മൾ ലൈം ടീ ആക്കി. പിന്നെ ഈ കുക്കറിലെ 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് കുക്കറിൽ കുറച്ച് പ്രഷർ ഉണ്ടാവുമല്ലോ, ആ പ്രഷർ പോകുന്നവരെ തുറക്കറിട്ടാ. അങ്ങനെ തന്നെ വെച്ചിട്ട് പ്രഷർ പോയി കഴിഞ്ഞാൽ മാത്രം തുറക്കുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള അരി മൊത്തം വെന്ത് പോവറ്, ഒരു 3/4 വേവ് ആക്കാവൂ, അത്രയെല്ലാം തന്നെ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുക്കർ മന്തി ആരും ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ആക്കി നോക്കണം. പിന്നെ ഇതിൽ അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ കുറവെല്ലാം ഉണ്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റേനു. പിന്നെ ഇല്ലേ, ഈ ലുക്കിമത്തില്ലേ, ഞാൻ എന്താ പറയുക, ലുക്കിമത്ത് നമുക്ക് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പില്ലേ അതിലിടാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പില്ലേ അതാണ് കേട്ടോ വെച്ചിന്. പിന്നെ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ടൊന്നുമില്ല, നമുക്ക് ലൈറ്റ് മധുരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ കുറച്ച് മാത്രം ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുത്തിന്, അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഏലായാലും ഇട്ടിട്ട് കഴിക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഇങ്ങനെയെല്ലാം തന്നെയായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ. സ്വന്തം തന്നെ പുകഴ്ത്തുന്നു. ഡേറ്റ് എങ്ങനെ ഉണ്ടല്ലോ.